ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നോ? ഇത് നമ്മളിന്ന് അർത്തിങ്കൽ പള്ളിയിൽ പോയതാണ്. അർത്തിങ്കൽ പള്ളിയിൽ തിരുനാൾ നടക്കുവാണ്. അപ്പോൾ ഞാനും അമ്മായിയും കൂടി ഞങ്ങൾ അർത്തിങ്കൽ പള്ളിയിൽ വെറുതെ അവിടെയൊക്കെ ഒന്ന് കാണാനും മെഴുകുതിരിയൊക്കെ കത്തിക്കാമെന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പോയത്. അവിടെ അകത്ത് ദേ രൂപക്കൂടൊക്കെ പുറത്തിറക്കി. അവിടെ പിന്നെ അമ്പ് തിരുനാളെന്നും പറഞ്ഞിട്ട് ഒരു വഴിപാടുണ്ട്, അത് നടക്കുവാണ്. അമ്പിന് ഓരോ കാര്യങ്ങളൊക്കെ നടക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ നേർച്ച നേരുന്നു. പിന്നെ അതൊക്കെ ചെയ്തു. പിന്നെ ഇതാ ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ നിറയെ കച്ചവടങ്ങളാണ്. ഇത് കടല, കപ്പലണ്ടി അങ്ങനെയുള്ളത്. പിന്നെ അതേ സ്നാക്സൊക്കെ, പൊരി, പോപ്കോൺ, പിന്നെ ഈ പണ്ടത്തെ ഒരു തരം വളയം പോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തേത്. പിന്നെ നമ്മുടെ എന്താ പറയുക, തേൻ മിഠായി അങ്ങനത്തെ ഉള്ള സാധനങ്ങൾ, അങ്ങനെയുള്ള ഈ കുറിക്കുന്ന സാധനങ്ങൾ, തിന്നുന്ന സാധനങ്ങളുടെ മുഴുവൻ കച്ചവടമാണ്. ഇത് കണ്ടോ, നിറച്ച് അങ്ങനെയുള്ള കച്ചവടങ്ങളാണ്. അങ്ങ് വരെ ഉണ്ട് കേട്ടോ. ഈ വഴി ഇങ്ങനെ നടന്ന് കടൽപ്പുറത്തേക്കാണ് പോകുന്നത് കേട്ടോ. അവിടം വരെ ഈ സാധനങ്ങളാണ്. അത് പല ഷെയ്ക്കുകൾ, ജ്യൂസ് പാർലറുകൾ, പിന്നെ ഐസ്ക്രീം അങ്ങനെയുള്ളതുണ്ട്. പിന്നെ ഇത് കുഞ്ഞുമക്കളുടെ കളിക്കുന്ന സാധനങ്ങൾ, ടോയ്സിൻ്റെയൊക്കെ സാധനങ്ങൾ, അങ്ങനത്തെയൊക്കെ ഉണ്ട്. പിള്ളേരൊക്കെ അച്ഛന്മാരുടെ കയ്യെ പിടിച്ച് ഇങ്ങനെ വലിഞ്ഞ് പുറകോട്ട് നോക്കിക്കൊണ്ടാണ് നടക്കുന്നത്. എല്ലാം വഴക്കിടുന്നതൊക്കെ ഉണ്ടായിരുന്നു. ഇതാ നോക്ക്, ഇതൊക്കെ പൊരി, കടല, അങ്ങനത്തെയൊക്കെ. ഞങ്ങളും അതും ഇതുമൊക്കെ വാങ്ങിച്ച് തിന്നുകയും കൈ വാങ്ങിച്ചുകൊണ്ട് വീട്ടിലേക്ക് വാങ്ങിക്കൊണ്ട് വരികയൊക്കെ ചെയ്തു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ നടന്ന് കാണാനായിട്ട്. കണ്ടോ, പിള്ളേരുടെ ടോയ്സൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്, വണ്ടികൾ അങ്ങനെയുള്ള. പിന്നെ ചെടികളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ സാധനങ്ങൾ, പുളി, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെയൊക്കെ വിൽക്കാനായിട്ട് വെച്ചിരുന്നു. കുറേയൊന്നും അങ്ങനെ വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല. പിന്നെ കടപ്പുറത്ത് കിട്ടുന്ന ഒരു സാധനമുണ്ട്, ഉണക്കമീൻ കിട്ടുമായിരുന്നു. പല വെറൈറ്റിയുള്ള മീനുകൾ, എല്ലാം വലുതും ചെറുതുമായിട്ടൊക്കെ ഉള്ള മീനുകളൊക്കെ, ഉണങ്ങിയതൊക്കെ, ഒരുപാട് സാധനങ്ങളൊക്കെ കിട്ടുമായിരുന്നു. ഇതൊക്കെ കണ്ടോ, ഒക്കെ നല്ല രസമാണ്. അതൊക്കെ കണ്ട് നടക്കാൻ തന്നെ നമ്മൾ വാങ്ങിക്കുന്നതിനേക്കാളും കൂടുതൽ. പിന്നെ ഇതാ എതിർവശത്ത് വന്നിട്ട് ചവിട്ടി, പിന്നെ ചെടിച്ചട്ടികൾ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ കുറേ ഉണ്ട് വിൽക്കാനായിട്ടൊക്കെ. രണ്ട് സൈഡ് നിറയെ കച്ചവടങ്ങളാണ് അങ്ങ് വരെ. അങ്ങനെ നമ്മൾ ഇതോരോന്നും കണ്ടും വാങ്ങിച്ചും ഒക്കെ ഞങ്ങൾ അങ്ങ് നടന്ന് ഇതാ കടപ്പുറത്ത് എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കുള്ള കാഴ്ചകളാണ്. മനോഹരമായ കാഴ്ച, നല്ല രസമല്ലേ കടലിലൊക്കെ ഇങ്ങനെ, കടലിൽ കണ്ടു നിൽക്കാൻ തന്നെ രസം. അതിൻ്റെ അപ്പുറത്തായിട്ടാണെങ്കിൽ ഇതാ നോക്കൂ, മീൻ കച്ചവടം അവിടെ നല്ല തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. കടലിൽ നിന്ന് അന്നേരം പിടിച്ചു കൊണ്ടുവന്ന നല്ല ഫ്രഷ് മീൻ, മത്തിയായിരുന്നു, ചെറിയ മത്തിയായിരുന്നു. എന്നാലും അന്നേരം പിടിച്ചിട്ട് ഈ പൊന്തുവെള്ളം പോയിട്ട് കൊണ്ടുവരുന്ന നല്ല പിടയ്ക്കുന്ന മത്തി. ഇതാ നോക്ക്, വലയിൽ കിടക്കും. അത് അവരിങ്ങനെ കുടഞ്ഞ് ചേട്ടന്മാർ ഇടുന്നുണ്ട്. അവിടെ വെച്ച് തന്നെ ഓരോരുത്തരും വാങ്ങിക്കുന്നുണ്ട്. ഒരു കിറ്റ് നിറച്ച് ഉണ്ടായിരുന്നു. 100 രൂപയാണ് ഒരു കിറ്റിന്. ഇഷ്ടംപോലെ ആൾക്കാർ വാങ്ങിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളും വാങ്ങിച്ചു. ഞങ്ങൾ രണ്ടുപേരും ഓരോ കിറ്റ് വീതം വാങ്ങിച്ചു. നല്ല രസമാണ്. അതൊക്കെ നമുക്ക് കണ്ട് നിൽക്കാൻ തന്നെ ഉണ്ടല്ലോ, നല്ലൊരു രസമാണ്. വേണ്ടെങ്കിൽ നമ്മൾ വാങ്ങിച്ചു പോകും. അങ്ങനത്തെ ഒരു അന്തരീക്ഷമായിരുന്നു. അത് ഞങ്ങൾക്ക് അങ്ങ് ഇഷ്ടപ്പെട്ട് ഞങ്ങളതൊക്കെ വാങ്ങിച്ചു. അങ്ങനെ വന്ന് തിരിച്ച് വീട്ടിൽ വന്നു. പിന്നെന്താ, എല്ലാവർക്കും ഇതൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് പറയണം കേട്ടോ. നല്ലൊരു അന്തരീക്ഷമായിരുന്നു.